അരങ്ങത്ത് ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത് കാണുന്നു, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതിൽ 4 പേരുടെ 4 ഇൻറ്റൻഷനിലുള്ള ഹെൽപ്പാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ശാന്തി തീരത്ത് പ്രധാനമായും നടക്കുന്ന ശുശ്രൂഷകൾ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് കൗൺസിലിംഗ് ശുശ്രൂഷ. മറ്റൊന്ന്, പെട്ടെന്ന് അപകടങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക്, സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ഓടി വരാവുന്ന ഒരത്താണിയാണ് ശാന്തി തീരം. ഞങ്ങൾക്ക് പോകാനിടയില്ല. ഇപ്പോൾ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റായി, അവിടെ ഒരു കൊലപാതകം നടക്കും അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടക്കും എന്ന് തോന്നുമ്പോൾ അവർ വിളിക്കും. ഓടി വന്ന് നമ്മുടെ അടുത്ത് വന്ന് അവർ സ്റ്റേ ചെയ്ത് അവർ കുറച്ച് ദിവസം താമസിച്ച് മനസ്സ് ശാന്തമാക്കി അവരുടെ ബാക്കിയുള്ള വീട്ടുകാരെ വിളിപ്പിച്ച് പ്രോബ്ലംസ് സെറ്റിൽ ചെയ്ത് അവരെ തിരിച്ച് മെൻ്റൽ ഹെൽത്ത് റീഗെയിൻ ചെയ്ത് തിരിച്ചു വിടുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷ. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റേ ഹോം ഫോർ വിമൻ ഉണ്ട്, ഷോർട്ട് സ്റ്റേ ഹോം ഫോർ ഫാമിലി ഉണ്ട്. മറ്റൊന്ന് ഒരു കാര്യമാണ്, ചിലരിനി പെർമനൻ്റ്ലി പോലും അവരെ നോക്കാനില്ല. അവരിങ്ങനെ പോലീസോ സാമൂഹ്യ പ്രവർത്തകരോ ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഓൾഡ് ഏജ് ഹോം അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് നമ്മൾ മരണം വരെ അവരെ നമ്മൾ ശുശ്രൂഷിക്കുന്നു. അവരെ എൻ്റർടൈൻ ചെയ്ത് അവരുടെ ജീവിതത്തെ സുന്ദരമാക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം അവർക്ക് അനുഭവിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കുന്നതാണ് മറ്റൊരു ശുശ്രൂഷ. ഈ ഒരു ശുശ്രൂഷ ഷോർട്ട് സ്റ്റേ ഹോമാണെങ്കിലും ഈ സ്ത്രീകളുടെ റെസിഡൻഷ്യൽ പർപ്പസിനും എനിക്കൊരു ഇൻസ്പയറിങ് തോട്ട് ഇതായിരുന്നു. ഞാൻ ഈ സൈക്കോളജി പഠിച്ചു വന്ന ആദ്യകാലങ്ങളിൽ കൗൺസിലിംഗ് നടത്തുമ്പോൾ ഒരു കൊച്ച് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് അവൾ പറയുമായിരുന്നു, അവൾക്ക് പെട്ടെന്ന് ഒരു മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവർ കാണിക്കുകയാണ്. അവൾ പറയണത്, വന്ന് ഇങ്ങനെ ബഹളം വെച്ച് പറഞ്ഞ് തെക്കേമുറി കാണുമ്പോഴേക്കും എനിക്ക് പ്രാന്ത് വരികയാണ് സിസ്റ്റർ എന്നാണ് കുട്ടി പറയണത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, തെക്കേമുറി. അപ്പോൾ തെക്കേമുറി റിലേറ്റഡ് ആയിട്ട് എന്തോ അവളുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ എന്ന് ഞാനും മനസ്സിലോർത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവളുടെ അമ്മാവൻ അവളെ ദുരുപയോഗിച്ച ഒരു ദുഃഖത്തിൻ്റെ കഥ അവളുടെ ജീവിതത്തിലുണ്ട്. അതിനുശേഷമാണ് ഇവൾ ഈ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ സാധാരണ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന, അതായത് ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്നൊരവസ്ഥ, ഈ ഒരു ഇഷ്യൂ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നാളെ അവളൊരു തീർത്തും മനോരോഗിയായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും ഉപയോഗമില്ലാത്തൊരു വ്യക്തിയായിട്ട് വല്ല അസൈലമിൽ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് പോകും. ആ തക്ക സമയത്ത് നമ്മൾ ഇടപെടുകയാണെങ്കിൽ ആ ഇഷ്യൂവിനെ നമ്മൾ പരിഹരിച്ച് ആ കുട്ടിയെ വീണ്ടും നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കുട്ടീനെ എനിക്കൊന്ന് താമസിപ്പിക്കണം. അതിനൊരു സ്ഥലം എനിക്ക് തോന്നുന്നു ഞാൻ 89 നിത്യവ്രതം കഴിഞ്ഞ് 90 തുടങ്ങി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സ്ഥലം എനിക്ക് കിട്ടണം, ഒരു ബിൽഡിംഗ് ഇവരൊക്കെ താമസിപ്പിച്ച് ഇവരുടെ പ്രോബ്ലം സെറ്റിൽ ചെയ്ത് വിടാനായിട്ടാണ്. ഈ കൊച്ച് കൗൺസിലിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ, റോസമ്മേ എന്നെ റോസമ്മേന്ന് അവൾ വിളിക്കുന്നത്, റോസമ്മേ എന്നെ വീട്ടിലേക്ക് വിടല്ലേ, എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. കാരണം ഇവൾക്ക് അച്ഛനില്ല. അപ്പോൾ ഇവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ അമ്മയുടെ ആങ്ങളെയാണ്. ഈ ആങ്ങളെ തന്നെയാണ് ഈ കൊച്ചിനെ ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് പറയാൻ പറ്റില്ല, അമ്മോട് പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല. അങ്ങനത്തെ ഉള്ളിൽ കിടന്ന് തിങ്ങുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്. അപ്പം അന്ന് എനിക്കിത് സാധിച്ചില്ല. ഈ കൊച്ചിനെ രക്ഷിക്കാൻ നിർത്താൻ ഒരു സ്ഥലം എനിക്ക് അന്നുണ്ടായില്ല. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് പറയില്ലേ, ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്നു. 30,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗാണ് ഈശോ നമുക്ക് കെട്ടിത്തന്നത്. ഞാനൊരു കരിമീൻ ചോദിച്ചാൽ കർത്താവ് എനിക്ക് ഇവിടെ നോർത്ത് പറവൂരായതുകൊണ്ട് കരിമീൻ എന്ന് പറയാനായിട്ടാ പെരുമ്പടുന്ന ഒരു കരിമീൻ ചോദിച്ചാൽ കർത്താവ് അന്ന് കരിമീൻ ആരെങ്കിലും കൊണ്ട് അവിടെ എത്തിക്കും. 10 പൈസ ഞങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പില്ലാണ്ടാണ് ഈശോ ആ സ്ഥാപനം നമുക്ക് ഉണ്ടാക്കി തന്നത്. അത് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു, ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് കോൺവെൻറ്റ് വിറ്റിട്ട് സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ കോൺഗ്രിഗേഷനും കുറേ നല്ല മനുഷ്യരും കൂടിയാണ് ഈ ശുശ്രൂഷയുടെ ആൾ. തൻ്റെ പ്രിയപ്പെട്ട ഒരു മകള് മരിച്ചതിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു ഡാഡി മമ്മി ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തിട്ടുള്ള കോഴിക്കോട്ടുകാരാണ് അവർ, മടിക്കാങ്കിൽ ജോസഫ് ആൻഡ് ട്രീസ. ആ ദമ്പതിമാരാണ്, ആ കുഞ്ഞിൻ്റെ ഷെയറാണ് ഞങ്ങൾക്ക് ഈ ഹോം പണിയാൻ, റെസിഡൻഷ്യൽ ഹോം പണിയാനായിട്ട്, ഫസ്റ്റ് ഫ്ലോർ പണിയാനായിട്ട് സഹായിച്ചത്. ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും സഹായിച്ച ആളുകളാണ്. പോൾ കുരീക്കൽ എന്ന് പറയും, എറണാകുളത്തുള്ള ഒരു ഫാമിലിയാണ്. അവരാണ് നമുക്ക് ഈ കുടുംബ ശുശ്രൂഷയ്ക്ക് വേണ്ടി താമസിച്ച് ധ്യാനം കൂടാനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ രീതിയിൽ ഞങ്ങൾക്കൊരു ബിൽഡിങ്ങായിട്ട് അവർ കെട്ടിത്തന്നത്. പിന്നെ അതിൻ്റെ മറ്റ് ഡെവലപ്മെൻ്റൽ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് സഹായിച്ച ആളുകളാണ് ശ്രീ വിൻസെൻ്റ് വൈപ്പന, കളമശ്ശേരിയിലുള്ള ഒരു ഫാമിലിയാണ്. ശ്രീ തോമസ് നരികുളം, അതുപോലെ തിട്ടയിൽ സേവ്യ ജീബ ദമ്പതിമാർ. ഈ ആളുകളുടെയൊക്കെ ഹെൽപ്പ് കർത്താവ് അതായത് ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ കണ്ടോ കേട്ടോ കർത്താവ് അറിയിപ്പിച്ച് അവരിങ്ങോട്ട് വരികയാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈശോ എനിക്ക് എന്ത് യോഗ്യതയാണ് ഇതിനുള്ളത്. എന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിച്ച് ഭംഗിയാക്കി ആ ശുശ്രൂഷകൾ നടത്താനായിട്ട് കർത്താവ് അവസരം കൊടുക്കും.